മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് 10 മണിക്കൂറിലേറെയായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. തടിലോറി കയറ്റി വന്ന ലോറി മറിഞ്ഞതാണ് ബ്ലോക്ക് നീളാൻ കാരണം. ബ്ലോക്ക് ഒഴിവാക്കാൻ ചെറുവാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. നാല് മണിക്കൂറായി മൂത്രമൊഴിക്കാനോ ഒന്നിനൊന്നും പറ്റിയിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ 2 മണിക്കൂറാണ്. അവിടെ ഇങ്ങോട്ട് എത്താം ഇത് വന്നിട്ടില്ല. പക്ഷേ തൃശ്ശൂര് തൊട്ട് മാലിയേക്കര തൊട്ട് ഇതുവരെ ബ്ലോക്ക്. ഇത്രയും വലിയൊരു ബ്ലോക്ക് ഈ ഹൈവേയില് എന്നും അതെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാലങ്ങളായിട്ട് തന്നെ തുടർന്നോണ്ടിരിക്കണേ. NH അത്രയും വലിയ അനാസ്ഥനായി നടക്കണേ. ഭരണാവശ്യമായിട്ട് പോകാൻ വേണ്ടി നിൽക്കണതാ. 3 മണിക്കൂറോളം ഈ പാലത്തിനായിട്ട് ഇവിടെ വന്ന് വിട്ടിക്കണേ. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി ചേരുന്നു. മുസ്തഫ, എവിടെയാണ് തടിലോറി മറിഞ്ഞത്? അജിംസ്, നമ്മളിപ്പോഴുള്ളത് മുരിങ്ങൂർ ജംഗ്ഷനിലാണ്. ഈ മുരിങ്ങൂർ ജംഗ്ഷൻ നേരത്തെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി വലിയ കുഴികൾ റോഡിൽ രൂപപ്പെട്ട ആ പ്രദേശമാണ്. ആ ജംഗ്ഷനിലാണ് ഇന്നലെ രാത്രി തടി ലോറി മറിയുകയും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുണ്ടാവുകയും ചെയ്തു. പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് ആ ലോറി മാറ്റിയ ശേഷവും പിന്നീട് അങ്ങോട്ടുണ്ടായ ഗതാഗത കുരുക്ക് ഇപ്പോൾ ഏകദേശം 10 മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോഴും ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പുലർച്ചെ വരെ നീണ്ട ഗതാഗത കുരുക്ക്. ഇപ്പോൾ നേരെ 10 മണിയായിട്ടും ഇതിനൊരു ശമനം ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത, പ്രത്യേകിച്ച് കോയമ്പത്തൂർ കൊച്ചി പ്രധാനപ്പെട്ട വ്യാപാര ഇടനാഴി കൂടിയാണ്. വലിയ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ്. സ്വാഭാവികമായും അത്രയേറെ വലിയ ലോറികൾ ഈ പ്രധാന പാത വഴി കടന്നു പോകുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 3 വരിയിൽ പൂർണ്ണമായും ലോറികൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പോലീസ് ഇടപെട്ട് ഇപ്പോൾ ഈ മുരിങ്ങൂർ ഭാഗത്താണ് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കുഴികളും ഒപ്പം തന്നെ ഇന്നലെ തടിലോറി മറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അവിടെ ആ ഭാഗത്തേക്ക് തൊട്ട് മുമ്പിലുള്ള ഈ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ പോലീസ് ഇടപെട്ട് വാഹനങ്ങൾ നിയന്ത്രിച്ച് കടത്തിവിടുന്നത്. പ്രധാനപ്പെട്ട പാതയിലെ ദേശീയപാതയിലെ ലോറികൾ ഇടവിട്ട് പതിയെ വേഗത കുറച്ച്, പ്രത്യേകിച്ച് ആ കുഴികളൊക്കെ ഉള്ള കാരണം അവിടെ കടന്നു പോകാൻ വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വാഹനങ്ങൾ കേടാവുമ്പോൾ അത് വീണ്ടും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടും. അതുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിച്ച് വേഗത നിയന്ത്രിച്ചൊക്കെയാണ് കടത്തിവിടുന്നത്. ഒപ്പം തന്നെ പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോറികൾക്കിടയിലും ഒപ്പം തന്നെ ഈ ബ്ലോക്കിലും പൂർണ്ണമായി കുടുങ്ങിപ്പോയ ചെറുവണ്ടികളുണ്ട്. ഒപ്പം തന്നെ ബസ് ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനങ്ങളുണ്ട്. അതിനെ പല ഭാഗങ്ങളിൽ നിന്ന് ഇടവഴികളിലൂടെ കടത്തിവിടുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പരിധി വരെ ഇതിനാക്കം കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രതിസന്ധിയുടെ ആഴം കുറയ്ക്കാമെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. എറണാകുളത്തേക്ക് പോകുന്ന ഭാഗത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് താരതമ്യേന അത്ര വലിയ പ്രശ്നമില്ല. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി നിർത്തിയാൽ ഇപ്പോഴുണ്ടായ പ്രതിസന്ധി തൃശ്ശൂർ ഭാഗത്തെ കാര്യമായി അഫക്റ്റഡ് അല്ല. പക്ഷേ എറണാകുളത്തേക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്തേക്ക് വിവിധ വഴികൾ പോലീസ് നിശ്ചയിക്കുന്നത്. കൊടകര അഷ്ടമിച്ചിറ മാള വഴി എറണാകുളം ഭാഗത്തേക്ക് പോകാം. പോട്ടാം കൊമ്പടിഞ്ഞാമാക്കൽ അഷ്ടമിച്ചിറ മാള വഴി അങ്ങനെയും പോലീസ് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ചാലക്കുടി അഷ്ടമിച്ചിറ വഴി അന്നമനാട് വഴി എറണാകുളത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാം. ചാലക്കുടി വെട്ടുകടവ് മേലൂർ വഴിയും മുരിങ്ങൂർ കാടുകുറ്റി വഴി അങ്ങനെ എറണാകുളത്തേക്ക്. ഒപ്പം തന്നെ മുരിങ്ങൂർ മേൽപ്പാലം കയറാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ്, തൊട്ടടുത്ത് മുരിങ്ങൂർ മേൽപ്പാലമുണ്ട്. അത് കയറാതെ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ കടന്നു വന്ന് അടിപ്പാത വഴി കാടുകുറ്റി വഴി തിരിഞ്ഞ് എറണാകുളത്തേക്ക് പോകാം. അങ്ങനെ ഒരു ക്രമീകരണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചതാണ്. പ്രധാനപ്പെട്ട ഈ പാത നിർമ്മാണം നടത്തുമ്പോൾ അതിനനുബന്ധമായി സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്താതിരിക്കുകയും, സർവീസ് റോഡുകൾ നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് റോഡാണ്, പക്ഷെ അത് ഈ ഒരു പ്രധാനപ്പെട്ട പാത പൊളിച്ചിടുമ്പോൾ കൃത്യമായി തന്നെ സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുക. പ്രത്യേകിച്ച് അല്പസമയം മുമ്പ് കനത്ത മഴ പെയ്ത്, ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മുന്നറിയിപ്പുള്ളൊരു സമയം കൂടിയാണ്. കനത്ത മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ ഗതാഗതക്കുരുക്ക് ഇത്രയധികം രൂക്ഷമാക്കാൻ ഈ അധികൃതരുടെ വീഴ്ച കാരണമായിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച വിഷയമാണ്, പ്രത്യേകിച്ച് ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ.